ഹായ് എവരി വൺ. ഇനി നമ്മൾ നമ്മുടെ യൂണിറ്റ് 20 നമ്മുടെ ബ്ലോക്ക് 5-ലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററാണ്. അതാണ് നോക്കാൻ പോകുന്നത്, ക്രിയേറ്റിംഗ് ബിസിനസ് സ്പ്രെഡ്ഷീറ്റ്സ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിസിനസ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കോർപ്പറേറ്റ് വേൾഡിൽ അത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഓൾമോസ്റ്റ് എല്ലാ റിപ്പോർട്ടിങ്ങും അതുപോലെ അനാലിസിസും ഇൻ്റർപ്രിട്ടേഷനൊക്കെ നമ്മൾ MS Excel വഴിയാണ് ചെയ്യുന്നത് അല്ലേ. അത് ഓരോ കമ്പനിക്കും പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ബിസിനസ് സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ MS Excel യൂസ് ചെയ്തിട്ടുള്ള ബിസിനസ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. അതായത് ഓരോ കമ്പനീൻ്റെയും ലോൺ സ്റ്റേറ്റ്മെൻറ്റിനും പേറോൾ സ്റ്റേറ്റ്മെൻറ്റിനും പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് അതുപോലെ റിസ്ക് അനാലിസിസ് പോലെയുള്ള റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഈസി ആയിട്ട് നമുക്ക് MS Excel യൂസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു യൂണിറ്റ് നമ്മുടെ ബേസിക് കൈൻഡ്സ് ഓഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അനാലിസിസ് ഷീറ്റിനെ കുറിച്ചാണ്. ഓൾമോസ്റ്റ് അതിൻ്റെ കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. MS Excel വെച്ചിട്ട് എങ്ങനെ നമുക്കിത് ഭയങ്കര ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം എന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മളെ ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് ലോൺ ആൻഡ് ലീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ടോപ്പിക്ക് ലോൺ ആൻഡ് ലീസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലോൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡോക്യുമെൻ്റ് ആണ്. ഇറ്റ്സ് എ ഡോക്യുമെൻ്റ് റെക്കോർഡഡ് ബൈ ദി ലെൻഡർ. അതായത് ഒരു ലെൻഡറോ അല്ലെങ്കിൽ ഒരു ബാങ്കോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് നമ്മൾ ലോൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് നമ്മളെ ഇതിലെന്തൊക്കെയാണ് ഉണ്ടാവുക വെച്ചാൽ ലോണിനെ കുറിച്ചിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ, അതായത് ലോൺ എമൗണ്ട് എത്രയാണ്, ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, ടൈം പീരിയഡ് ഓഫ് ദി ലോൺ, അതുപോലെ എത്ര തവണ നമ്മൾ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡോക്യുമെൻറ്റിനകത്ത് ഉണ്ടാവുക. അതുപോലെ ഇറ്റ്സ് പ്രൊവൈഡഡ് ടു ദി ബോറോവർ അറ്റ് എ വെരി ഇൻസ്റ്റാൾമെൻറ്റ് പീരിയഡ്. അതായത് ബോറോവർ എന്താണ്, ബോറോവർക്ക് എല്ലാ ഇൻസ്റ്റാൾമെൻറ്റ് പീരിയഡിലും ഈ ഒരു ലോൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ്. അതായത് എന്താ പറയുക, ലെൻഡർക്ക് ഡ്യൂ ഡേറ്റിനേക്കാളും മുന്നേ തന്നെ പേയ്മെൻറ്റ്സ് കൊടുക്കാൻ ഈ ഒരു കാര്യം കൊണ്ട് കഴിയും. അതായത് ഓരോ തവണയും ഇൻസ്റ്റാൾമെൻറ്റ് പീരിയഡിലും ഈ ഒരു ലോൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നെക്സ്റ്റ് പൈസ അടക്കാനായി എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതുകൊണ്ട് ഡ്യൂ ഡേറ്റിന് മുന്നേ തന്നെ പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇറ്റ്സ് എ ലീഗൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദി ലെൻഡർ ആൻഡ് ദി ബോറോവർ. അപ്പോൾ ലെൻഡറിൻ്റെയും ബോറോവറിൻ്റെയും ഇടയിലുള്ള ഒരു എന്താ പറയുക, ലീഗൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ലോൺ സ്റ്റേറ്റ്മെൻറ്റിനെ പറയാം. ഓക്കെ, ഇനി ഒരു ലീസ് എന്താണെന്ന് വെച്ചാൽ എ ലീസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദി ലീസി ആൻഡ് ദി ലീസർ. അതായത് ലീസറിൻ്റെയും ലീസിൻ്റെയും ഇടയിലുള്ള ഒരു കോൺട്രാക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്ന വേർഡാണ് നമ്മൾ ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ലീസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ലീസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഓണറെ പറയുന്ന പേരാണ് ലീസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ലീസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണോ അത് ലീസ് ചെയ്തത്, ആരാണോ അത് എടുത്തത്, എത്ര കാലയളവിലേക്ക് ആരാണോ അത് ലീസിൽ എടുത്തത്, അയാളെ പറയുന്ന പേരാണ് ലീസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവർ തമ്മിലുള്ളൊരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ വിച്ച് ദി ലീസർ, അതായത് ലാൻഡ് ലോഡ് എന്ന് പറയും, ഓണറിനെ റെൻറ്റ്സ് ദി പ്രോപ്പർട്ടി ഓൺ ബൈ ഹിം ഓർ ഹെർ ടു ദി ലീസി. അതായത് അയാളുടെ പ്രോപ്പർട്ടി എന്താ പറയുക, ലീസിക്ക് കൊടുക്കുകയാണ്. ദി ലീസ് സ്റ്റേറ്റ്മെൻറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദി ഇൻഫർമേഷൻ റിലേറ്റഡ് ടു പീരിയോഡിക്കൽ പേയ്മെൻറ്റ്സ് ടു ബി മെയ്ഡ് ബൈ ദി ലീസി ടു ലീസർ. അതായത് ഈ ഒരു ലോൺ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ലീസർക്ക് കൊടുക്കാനുള്ള ഇൻസ്റ്റാൾമെൻറ്റ് അതല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ പീരിയോഡിക്കൽ പേയ്മെൻറ്റിൻ്റെ വിവരങ്ങളും ഇൻഫർമേഷൻ റിലേറ്റഡ് പീരിയോഡിക്കൽ പേയ്മെൻറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു വിവരങ്ങളും നമ്മുടെ ലോൺ സ്റ്റേറ്റ്മെൻറ്റിനകത്തുണ്ടാവും. അതുപോലെ ദി അസറ്റ് ഓർ പ്രോപ്പർട്ടി റെൻറ്റഡ് ഇറ്റ്സ് ടു ബി റിട്ടേൺ ടു ദി ലീസർ അറ്റ് ദി എൻഡ് ഓഫ് ദി കോൺട്രാക്ട്. ഈ കോൺട്രാക്റ്റിൻ്റെ അവസാനത്തിൽ അവരുടെ കാലയളവ് കഴിയുമ്പോൾ എന്താ പറയുക, റെൻറ്റിൻ്റെ കാലയളവ് കഴിയുമ്പോൾ ലീസ് എന്ത് ചെയ്യണം, ലീസർക്ക് ആ ഒരു പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കുകയും വേണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലൂടെ നമുക്ക് ഈ ഒരു ലോൺ സ്റ്റേറ്റ്മെൻറ്റ് എക്സൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇതെന്നുള്ളത്. അപ്പോൾ എക്സാമ്പിളായിട്ട് എ എന്ന ഒരാൾ എന്താണ്
ബിയിൽ നിന്നും 1 lakh റുപ്പി ലോണ്, അതായത് ലോണിന് 5 years ഓഫ് അതായത് 5 വർഷത്തേക്ക് എന്താ പറയുക 15% എന്താ പറയുക വാർഷിക പലിശ എന്ന് പറയില്ലേ, പലിശക്ക് എന്താ പറഞ്ഞ ബിയിൽ നിന്നും പൈസ കടം വാങ്ങാണ്. അപ്പോൾ യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എ ലോൺ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ ആസ് പെർ ഗിവൺ ഫോർമാറ്റ്. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഫോർമാറ്റിൽ നമുക്ക് ഒരു ലോൺ പേയ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ അതായത് എമൗണ്ട് ഓഫ് ലോൺ എന്ന് പറയുന്നത് 1 lakh ആണ്. പീരിയോഡിസിറ്റി എന്ന് പറയുന്നത് എന്താ പറയുക 4 years 5 years ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 50%. എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് നമ്പർ, ഓപ്പണിംഗ് ബാലൻസ്, ഇൻട്രസ്റ്റ്, ഇൻസ്റ്റാൾമെൻറ്റ്, ക്ലോസിംഗ് ബാലൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എക്സലിൽ ഇങ്ങനൊരു ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, വി ഹാവ് 5 columns വിച്ച് ആർ ബേസിക് ടു എവറി ലോൺ ലീസ് സ്റ്റേറ്റ്മെൻറ്റ്. എല്ലാ ലോൺ ലീസ് സ്റ്റേറ്റ്മെൻറ്റിനും ഈ ഒരു 5 columns നിർബന്ധമാണ്, ബേസിക്കാണ്. അതായത് ഇൻസ്റ്റാൾമെൻറ്റ് നമ്പർ, ഓപ്പണിംഗ് ബാലൻസ്, ഇൻട്രസ്റ്റഡ് എമൗണ്ട്, ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട്, ക്ലോസിംഗ് ബാലൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ഹാവ് ടു ലുക്ക് അറ്റ് വിച്ച് ഡസ് പീരിയോഡിസിറ്റി മീൻസ്. പീരിയോഡിസിറ്റി എന്താണെന്നുള്ളത് ഫസ്റ്റ് നമുക്ക് നോക്കാം. അതായത് periodicity is the repetitive number of time periods in a year. ഒരു വർഷത്തിൽ എത്ര നമ്പർ ഓഫ് ടൈം പീരിയഡ്സ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പീരിയോഡിസിറ്റി എന്ന് പറയുന്നത്. അറ്റ് ദി എൻഡ് ഓർ അറ്റ് ദി ബിഗിനിങ് ഓഫ് വിച്ച് ദി ഇൻസ്റ്റാൾമെൻറ്റ് ഹാസ് ടു ബി മെയ്ഡ്. ഇൻസ്റ്റാൾമെൻറ്റ് തുടങ്ങിയ അല്ലെങ്കിൽ എന്താ പറയുക അവസാനിച്ച ആ ഒരു കൊല്ലത്തിൽ എന്താ പറയുക എത്ര നമ്പർ ഓഫ് ടൈം പീരിയഡ്സ് എന്താണ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണ് പീരിയോഡിസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് മേലെ തന്നിട്ടുള്ള എക്സാമ്പിളിൽ എന്താ പറയുക പീരിയോഡിസിറ്റി എന്ന് പറയുന്നത് 4 ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇറ്റ് മീൻസ് ദാറ്റ് ദി ഇൻസ്റ്റാൾമെൻറ്റ് ആർ ടു മെയ്ഡ് ക്വാർട്ടർലി. അതായത് ക്വാർട്ടർലി മീൻസ് 3 മാസം കൂടുമ്പോഴാണ് നമ്മൾ എന്തടക്കേണ്ടത്, നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കേണ്ടത്. സിമിലർലി ദി ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഓൾസോ കാൽക്കുലേറ്റ് അക്കോർഡിംഗ് ടു പീരിയോഡിസിറ്റി. അതായത് പിന്നെ നമ്മൾ പലിശ ഇൻട്രസ്റ്റ് റേറ്റും നമ്മൾ പീരിയോഡിസിറ്റിനനുസരിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എവറി 3 monthsലായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റും കൊടുക്കുന്നുണ്ടാവുക. ഇനി ബേസിക് സ്ട്രക്ചർ ലോൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിക് സ്ട്രക്ചറാണ് ഫിഗർ 20.2 കൊടുത്തിട്ടുള്ളത്. എമൗണ്ട് ഓഫ് ലോണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പീരിയോഡിസിറ്റി ക്വാർട്ടർലി ആണ്. ഇയർലി ആണെങ്കിൽ പീരിയോഡിസിറ്റി 1 ആയിരിക്കും, ഹാഫ് ഇയർലി ആണെങ്കിൽ 2, ക്വാർട്ടർലി ആണെങ്കിൽ 4, ബൈ മന്ത്ലി ആണെങ്കിൽ 6, മന്ത്ലി ആണെങ്കിൽ 12. ഓക്കെ, പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 15%. എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് എത്ര വന്നിട്ടുള്ളത് 7,196.21. ഓക്കെ, അപ്പോൾ നമ്മൾ താഴെ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓഫ് അതായത് ക്വാർട്ടർലി ഈസ് ഈക്വൽ ടു ബാലൻസ് അറ്റ് ദി എൻഡ് ഓഫ് എവറി ഇൻസ്റ്റാൾമെൻറ്റ്. എല്ലാ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെയും അവസാനത്തിലുള്ള ബാലൻസ് എത്രയാണോ അത് മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ പീരിയോഡിസിറ്റി. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പീരിയോഡിസിറ്റി എത്രയാണോ ഇൻറ്റു അത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഈസ് ബേസിക്കലി കോമ്പൗണ്ടഡ് വെൻ എവർ ദി ഇൻസ്റ്റാൾമെൻറ്റ് പീരിയഡ് എൻഡ്സ്. അതായത് ഇൻസ്റ്റാൾമെൻറ്റ് പീരിയഡ് കഴിയുമ്പോഴും ഇൻട്രസ്റ്റ് ബേസിക്കലി എന്താണ് കോമ്പൗണ്ടഡ് ആണ്, കൂട്ടുപലിശയാണ് ഉണ്ടാവുക. ടു പ്രിപ്പയർ ദി ലോൺ ഓർ ലീസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എക്സൽ വി വിൽ ബി ഫോളോയിങ് ദി ബിലോ സ്റ്റെപ്സ്. അപ്പോൾ നമ്മൾ ലോൺ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എക്സൽ റെഡിയാക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്താ വെച്ചാൽ ക്രിയേറ്റ് ദി ബേസിക് സ്ട്രക്ചർ ഇൻ എക്സൽ ആസ് ഗിവൺ ഫിഗർ 20.2. ഫിൽ ഇൻ ദി നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് അണ്ടർ കോളം ഇൻസ്റ്റാൾമെൻറ്റ് നമ്പർ. അതായത് കോളം ഇൻസ്റ്റാൾമെൻറ്റ് നമ്പറിൽ നമ്മൾ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻ്റ് ആണ് കൊടുക്കേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻറ്റു പീരിയോഡിസിറ്റി. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണോ, അതായത് മേലെ കൊടുത്ത് 5 ആണ് അല്ലേ, ഇൻറ്റു പീരിയോഡിസിറ്റി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടും. ഓക്കെ, ദെൻ ഫിൽ ഇൻ ദി ഓപ്പണിംഗ് ബാലൻസ്
in which will be same as the amount of loan at the first installment. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ എത്രയാണോ നമ്മൾ എമൗണ്ട് ഓഫ് ബാലൻസ് എന്ന് പറയുന്നത് അല്ലെ എമൗണ്ട് ഓഫ് ലോൺ എത്രയാണോ അത്രയാണ് നമ്മുടെ എന്താ പറയുക ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദാറ്റ് അണ്ടർ ദി ഇൻട്രസ്റ്റ് കോളം പുട്ട് ഇൻ ദി ഫോർമുല ആസ് ഷോൺ ദി 20.3, അതായത് 20.3 എന്താണോ ഫോർമുല കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് വേണം നമ്മുടെ ഇൻട്രസ്റ്റ് കോളത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് ബാലൻസ്, നമ്മുടെ തൊട്ട് മുന്നത്തെ ഓപ്പണിംഗ് ബാലൻസിൽ എത്രയാണോ എമൗണ്ട് കിട്ടിയിട്ടുള്ളത് അത് ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ് ഡിവൈഡഡ് ബൈ പീരിയോഡിസിറ്റി. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, നമുക്ക് 15% ആണ് അല്ലേ, ഡിവൈഡഡ് ബൈ പീരിയോഡിസിറ്റി എത്രയാണോ അത് കാൽക്കുലേറ്റ് ഡിവൈഡഡ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഡിവൈഡഡ് ബൈ പീരിയോഡിസിറ്റി ചെയ്തിട്ട് ഇൻറ്റു ഓപ്പണിംഗ് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു എമൗണ്ട് അവിടെ നമുക്ക് കിട്ടും ഇൻട്രസ്റ്റിൽ എന്താണോ ഉള്ളത്. പിന്നെ ഉള്ളത് ഫോളോയിങ് ദാറ്റ് ഫിൽ ഇൻ ദി പ്രിൻസിപ്പൽ ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് കോളം. പ്രിൻസിപ്പളും ഇൻസ്റ്റാൾമെൻറ്റ് കോളാണ് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്. ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് ഓൾറെഡി കാൽക്കുലേറ്റ് യൂസിങ് ദി ഫോളോയിങ് സ്റ്റെപ്പ്. അതായത് വി വിൽ യൂസ് ദി ഫോർമുല PMT ഓഫ് റേറ്റ് NPR PVF. അതായത് നമ്മൾ ഇത് മുന്നത്തെ ചാപ്റ്ററുകളിൽ പഠിച്ചതാണ്. അത് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക PMT കാണുക. ദിസ് ഈസ് ദി സിൻഡാക്സ് ഓഫ് ദി PMT ഫോർമുല ഇൻ എക്സൽ. റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ്, NPR നമ്പർ ഓഫ് പീരിയഡ്, PV എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ, FV എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ, ഇറ്റ്സ് ഓപ്ഷണൽ ടു ഫിൽ ഇൻ. ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ്സ്, അതായത് ബിഗിനിങ് ഓഫ് പീരിയഡ് ഓഫ് ആണോ അല്ലെങ്കിൽ എൻഡ് ഓഫ് പീരിയഡ് ആണോ, ടൈപ്പ് ഓഫ് ഇൻസ്റ്റാൾമെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതും നമുക്ക് ഓപ്ഷണലാണ്. പിന്നെ സെലക്ട് സെൽ ടൈപ്പ് ഇൻ, അതായത് നമ്മൾ ഒരു സെല്ലിൽ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു നമ്മൾ കൊടുത്തിട്ടുള്ള ഇത്രയും കൊടുത്തിട്ടുള്ള ഈ സെല്ലുകൾ എന്താ പറയുക PMT ഓഫ് ആ ഫോർമുല അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദിസ് ഫോർമുല ക്യാൻ ബി എക്സ്പ്ലെയിൻ B4 ഡിവൈഡഡ് ബൈ B2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ പീരിയോഡിസിറ്റി, B3 ഇൻറ്റു B2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയേഴ്സ് ഇൻറ്റു പീരിയോഡിസിറ്റി മൈനസ് B1 എമൗണ്ട് ഓഫ് ലോൺ. ഓക്കെ, ദിസ് ഈസ് ഹൗ ദി എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് വി കാൽക്കുലേറ്റഡ്. അങ്ങനെയാണ് നമ്മുടെ എന്താ പറയുക എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി principal is calculated as follows. Principal is equal to installment amount minus interest amount. Finally closing balance is calculated as closing balance is equal to opening balance minus principal amount. Okay, now just repeat the above steps and bank statement. 2.7 കാണുന്ന പോലെ ബാക്കി എന്താ പറയുക ഈ നമ്മൾ മേലെ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയും കൂടെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പോലെ എന്താണ് ഫിഗർ 2.7 കാണുന്ന പോലെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഫൈനലി വി നീഡ് ടു അപ്ലൈ വൺ ഓർ മോർ ഫോർമുല ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഗാർബേജ് ക്ലീനിങ്. അതായത് ഫൈനലി നമുക്ക് വൺ ഓർ മോർ ഫോർമുലയും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. അത് നമ്മൾ ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഗാർബേജ് ക്ലീനിങ്. ദിസ് ഈസ് ഡൺ ടു ലിമിറ്റ് ദി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ടു നോട്ട് ലെറ്റിംഗ് ദി ക്ലോസിംഗ് ബാലൻസ് ടു ഗെറ്റ് ബിലോ 0 ഇൻ ടു നെഗറ്റീവ് എമൗണ്ട്. അതായത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് 0-നേക്കാളും താഴെയായിട്ട് നെഗറ്റീവ് എമൗണ്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗാർബേജ് ക്ലീനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് 0-ലോട്ട് കിടക്കുമ്പോൾ നമുക്കവിടെ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ദി ഫോർമുല ഹാസ് ടു ബി അപ്ലൈഡ് ടു എവറി റോ. അതായത് നമ്മളെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് റോ ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ റോയിലും നമ്മൾ ഈ ഒരു ഗാർബേജ് ക്ലീനിങ് നമ്മൾ അപ്ലൈ ചെയ്യണം. അത് ഫിഗർ 2.8 നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ്റെ കാരണവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. As we can see in figure 20.8, there are some negative values in the statement and the closing balance go down below 0 to negative values. അതായത് നമ്മുടെ എന്താ പറയുക നെഗറ്റീവ് വാല്യൂസ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വന്നു കഴിഞ്ഞു. അതായത് ക്ലോസിംഗ് ബാലൻസ് ബിലോ 0-ലോട്ട് പോയിട്ട് നമ്മുടെ നെഗറ്റീവ് വാല്യൂ അവിടെ വന്നിട്ടുണ്ട്. ടു സ്റ്റോപ്പ് ദിസ് ഫ്രം ഹാപ്പനിങ് വി വിൽ അപ്ലൈ ഗാർബേജ് ക്ലീൻ. അപ്പോൾ ഇങ്ങനെ വരാതെ നെഗറ്റീവ് വാല്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുക ഗാർബേജ് ക്ലീനിങ് എന്ന ഒരു
പ്രോസസ്സ് നമ്മുടെ അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഫിഗർ 20.9 ഷോസ് ദി സിൻടാക്സ് ഓഫ് ഗാർബേജ് ക്ലീനിങ് ആൻഡ് ഫുൾ ഫ്ലെഡ്ജ്ഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ടുള്ള ഫൈനൽ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങൾ ഫിഗർ 20.9 കാണുന്നത്. ഓക്കെ, 20.9 അതുപോലെ 20.10 നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. 20.10 പറഞ്ഞിട്ടുള്ളത് ലോൺ സ്റ്റേറ്റ്മെൻറ്റ് സിൻടാക്സ് ആണ്. ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മളെ ടോപ്പിക്ക് വരുന്നത് പേറോൾ സിസ്റ്റമാണ്. പേറോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അവരുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന പിന്നെ സാലറീൻ്റെ എമൗണ്ട് എത്രയാണോ അതിനെയാണ് നമ്മൾ പേറോൾ എന്ന് റെഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് പേറോൾ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം നമ്മൾ എംപ്ലോയീസിൻ്റെ മോറൽ നമ്മൾ ഹൈ ആവണമെങ്കിൽ അവർ എന്ത് ചെയ്യണം, എന്താ പറയുക, നമ്മുടെ അവർ എഫക്റ്റീവ്ലി എഫിഷ്യൻ്റ്ലി വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതൊരു പേറോൾ സിസ്റ്റത്തിൻ്റെ എന്താ പറയുക, അവരുടെ മോറൽ ഹൈ ആക്കുക എന്നുള്ളത് ഒരു പേറോൾ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അവരെങ്ങനെ ഇതൊക്കെ ചെയ്യുക, അതായത് ഇത് സക്സസ്ഫുൾ ആവണമെങ്കിൽ അവർ ടൈംലി സാലറീസും അതുപോലെ ബോണസും ഇൻസെൻറ്റീവും എംപ്ലോയീസും ഒക്കെ കറക്റ്റായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേറോൾ ഡിപ്പാർട്ട്മെൻറ്റ് സക്സസ്ഫുള്ളായി നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം അക്കംപ്ലിഷ് ചെയ്യണമെങ്കിൽ, ഈ ഒരു ടാസ്ക് പോസിറ്റീവായിട്ട് അക്കംപ്ലിഷ് ചെയ്യണമെങ്കിൽ പേറോൾ സിസ്റ്റം എഫക്റ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ പേറോൾ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ്സ് ഡാറ്റ ഓഫ് എംപ്ലോയീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഇൻക്ലൂഡ്സ് അതായത് പേറോൾ സിസ്റ്റത്തിൽ ഒരു എംപ്ലോയീസിൻ്റെ എല്ലാ തരം ഡാറ്റകളും അടങ്ങിയിട്ടുണ്ടാവും. കൂടാതെ എംപ്ലോയി നെയിം ആൻഡ് എംപ്ലോയി കോഡ്, എംപ്ലോയി കാറ്റഗറി, ബേസിക് പേ, പെർക്വിസ്റ്റീസ് ആൻഡ് അലവൻസ്, ടാക്സ് സ്ലാബ്സ്, എലിജിബിലിറ്റി സ്റ്റാറ്റസ് ഫോർ സർട്ടൻ പെർക്വിസ്റ്റീസ് ആൻഡ് അലവൻസ്, ഡെഡിക്കേഷൻ ആൻഡ് ഡിബേറ്റ് സ്ലാബ്സ്, നെറ്റ് സാലറി, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ പേറോൾ സിസ്റ്റത്തിൽ അടങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഒരിക്കൽ നമ്മളൊരു പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് ഫുള്ളി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദി നെറ്റ് പേയ്മെൻറ്റ് ഈസ് ഫൈനൽ റിലീസ്ഡ് ഇൻ ബാച്ചസ്. അതായത് നെറ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് പിന്നെ ബാച്ചസ് ആയിട്ട് പിന്നെ റിലീസ് ചെയ്യും ആസ് പെർ ദി ഓർഗനൈസേഷൻ്റെ പോളിസിക്ക് അനുസരിച്ച്. ദി വെരിഫയർ നീഡ്സ് ടു മേക്ക് ഷുവർ ദാറ്റ് ദി പേയ്മെൻറ്റ് ഈസ് റിലീസ്ഡ് കറക്റ്റ്ലി ആൻഡ് ദി എംപ്ലോയീസ് ആർ കണ്ടൻറ്റ് വിത്ത് ദി പേ. അതായത് വെരിഫയർ എന്താ പറയുക, എപ്പോഴും ഉറപ്പാക്കണം എന്ത് പേയ്മെൻറ്റ് സിസ്റ്റം, അതായത് പേയ്മെൻറ്റ് കറക്റ്റായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്, എംപ്ലോയീസിന് അവരുടെ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എപ്പോഴും എന്താക്കണം, ഉറപ്പ് വരുത്തണം. ഇഫ് ദർ ഈസ് ഇൻ എ കൈൻഡ് ഓഫ് discrepancies such as decreased payments, wrong deductions of leaves, or incorrect bonus, incentive release. Okay, അതായത് പിന്നെ അതായത് ശമ്പളത്തിൽ എന്തെങ്കിലും ഡിഗ്രീസ് വരിക, അല്ലെങ്കിൽ ലീവ്സിൻ്റെ ഡിഡക്ഷൻ റോങ് ആവാം, പിന്നെ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ബോണസ് ഓർ ഇൻസെൻറ്റീവ് റിലീസ്, ഇത്തരത്തിലൊക്കെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈ ഒരു വെരിഫയർ. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ ആസ് ഫോളോസ്. പേറോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സാമ്പിളാണ് 20.13 തന്നിട്ടുള്ളത്. The question in figure 20.19 state that rules for payment or deduction of the following items: basic salary, TA transport allowance and CCST compensatory allowance, DP dearness pay, dearness allowance and HRA house rent allowance, GPF. As it can be seen that the employees are categorized in 3 groups, namely A, B and C. Basic salary, TA and CCA are paid based on these categories. The statements prepared in MS Excel in format as shown figure 20.14. We have the employee code and employee name as their only personal details. There can be more, but there is not much need in the payroll statement for that. As shown figure 20.15. This is the sample data chosen for this example. Randomly employees are categorized in 3 categories, A, B and C. Whether the employee receives the HRI or not, it's mentioned. Okay, അപ്പോൾ എ എന്ന കാറ്റഗറിയിലുള്ളവർക്ക് HRM എന്താണ് കിട്ടിയവരും എയും സിയും കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ട് അല്ലേ.
ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ സാമ്പിൾ എംപ്ലോയി ഡാറ്റയാണ് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്സ് ടു ഫിൽ ദി ഇൻ ദി ഡീറ്റെയിൽസ് ഇൻ ദി ബേസിക് കോളം ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് സിൻസ് എവറി അതർ കോളം ഈസ് കാൽക്കുലേറ്റഡ് ത്രൂ ബേസിക് സാലറി. ദി ഡാറ്റ ഷുഡ് ബി ഫിൽഡ് കെയർഫുള്ളി ബിക്കോസ് ഇറ്റ് ഈസ് ദി ബാക്ക് ബോൺ ഓഫ് ഹോൾ പേറോൾ സിസ്റ്റംസ്. എല്ലാ പേറോൾ സിസ്റ്റത്തിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ബേസിക്കാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ദി ഡാറ്റ ഈസ് ഫിൽഡ് ഇൻ എനി ബൈ യൂസിങ് ദി സിൻടാക്സ് ഷോൺ ഇൻ ഫിഗർ 20.16. ഇൻ ദി എബോവ് സിൻടാക്സ് ഇൻ ഫിഗർ 20. C2 എന്ന് പറയുന്നത് എന്താ? is the cell reference of the value that has to be located in data 1. Data 1 കിടക്കുന്നത് C2ലാണ്. Data 1 refers to the rule for payment of basic salary, TA and CCA and shown in figure 20.13. Therefore, the basic salary differentiates according to the category of the employee. Okay. In a similar way, the other columns DP, DA, HRA, TA, CCA are filled. The syntax of these elements are given below. അതായത് ഡി പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 50% ഓഫ് ബേസിക് സാലറി. ഡി എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 41% ഓഫ് ബേസിക് സബ് പ്ലസ് ഡി പി. സിൻസ് റിസൾട്ടിംഗ് എമൗണ്ട് required rounding of round was applied, 0 is used because the amount is rounded off to the nearest whole number. HRI it is equal to 30% of basic plus this DP. It's also include a condition that whether the employee is eligible for HRI or not. Therefore, we use the if function. If column D shows yes, only then the HRI would be calculated. Otherwise, it should be result 0. TA and CCA. These elements are calculated in the same way as basic salary as they are shown in the same table as basic. Refer to the figure 20.13. Once all the elements are filled in, the statement would show like this. ഇനി ഇത് ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ലാസ്റ്റ് പാർട്ട് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ദി ഗ്രോസ് സാലറി, ടാക്സ് ആൻഡ് ഡിഡക്ഷൻ ആൻഡ് നെറ്റ് സാലറി. ദി സെൻടാക്സ് ഇസ് ഗിവൺ ബിലോ. അപ്പോൾ ഗ്രോസ് എന്ന് പറയുന്നത് ഇസ് ദി സം ഓഫ് ബേസിക് സാലറി ആൻഡ് ഓൾ ദി എലമെൻറ്റ്സ്, എല്ലാ എലമെൻറ്റ്സും അതുപോലെ ബേസിക് സാലറിയും കൂടെ കൂട്ടിയിട്ടുള്ളതാണ് ഗ്രോസ് എന്ന് പറയുന്നത്. ദെർഫോർ സം ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ഫ്രം കോളം ഇ ടു ജെ മുതൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ സം ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ് ബേസിക് സാലറി ആൻഡ് ഓൾ ദി എലമെൻറ്റ്സ്. IT, income tax, it's 8% of gross salary. GPF, it's 10% of gross salary. Total deduction, it's equals to the sum of IT and GPF. Net, it equals to the difference between gross salary and the total deduction. Final payroll would like this. Okay. another capital budgeting ആണ്. ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഓർഗനൈസേഷൻ്റെ പ്രൊജക്റ്റ് ഇവാലുവേറ്റ് ചെയ്യുക, അതായത് ലോങ് ടേം പ്രൊജക്റ്റ് പോലുള്ള പ്രൊജക്റ്റുകൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പ്രൊജക്റ്റിൻ്റെ ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ പ്ലാന്റ് കൺസ്ട്രക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ന്യൂ ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്യുക, അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ് മോഡലിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രൊജക്റ്റ് ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പ്രൊജക്റ്റിൻ്റെ എന്താ പറയുക, പോസിബിളായിട്ട് എല്ലാ ക്യാഷ് ഫ്ലോസും, അതായത് ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട്ഫ്ലോസും ഒക്കെ ഇതിൽ ഇവാലുവേഷനിൽ പെടും. ഓക്കെ, ഇറ്റ്സ് ടു ഡിറ്റർമൈൻ whether the actual return on the investment received matches the expected return from the project and expenses made are exceeded by the actual return from the project. അതുപോലെ എന്താ പറയുക, ഇത് എന്തും കൂടെ നമുക്ക് റിസൾട്ടായി തരുന്നതാണ്. അതായത് നമ്മുടെ പ്രതീക്ഷിച്ച എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിച്ച ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണോ ആക്ച്വൽ റിട്ടേൺ നമുക്ക് കിട്ടിയത് എന്നുള്ളതും, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആക്ച്വൽ നമുക്ക് കിട്ടിയതിനേക്കാളും ചിലവ് കൂടിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൊജക്റ്റ് ഇവാലുവേഷനിലൂടെ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലൂടെ നമുക്ക് എന്താ പറയുക ആൻസറായി കിട്ടുന്നതാണ്.
Now to perform capital budgeting on MS Excel, we will take help of certain formula to make the analysis of the project easier to understand and interpret. നമ്മൾ MS Excel എങ്ങനെയാണ് നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പെർഫോം ചെയ്യാമെന്ന് വേണ്ടി നോക്കാം. You will see use below stated example to understand the concept better. The question states that there are projects which needs to be compared with each other. Both the term have different cost of the project and the cash inflows. There are to be evaluated based on two methods. രണ്ട് മെത്തേഡ് വെച്ചാണ് ഇവാലുവേറ്റ് ചെയ്യുക. അതായത് IRR മെത്തേഡും NPV മെത്തേഡും. IRR മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് എ റേറ്റ് അറ്റ് വിച്ച് ദി NPV മൈനസ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ബോത്ത് ദി കൈൻഡ്സ് ഓഫ് ക്യാഷ് ഫ്ലോസ്. അത് ക്യാഷിൻ്റെ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും പിന്നെ രണ്ടും അതിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ അതായത് NPV ഓക്കെ അത് റിട്ടേൺ ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈക്വൽ ടു 0 ആണോ അല്ലേ ഒന്ന് ചെക്ക് ചെയ്യുക. ദി പ്രൊജക്റ്റ് ഈസ് ഡിസൈറബിൾ ഇഫ് ദി IRR എക്സീഡ്സ് ദി എക്സ്പെക്റ്റഡ് റേറ്റ്. അതായത് നമ്മൾ പ്രതീക്ഷേനേക്കാളും കൂടുതലാണ് IRR കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രൊജക്റ്റ് ഡിസേബിൾ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി NPV മെത്തേഡ് ഇറ്റ്സ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി PV പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ക്യാഷ് ഫ്ലോ ആൻഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ക്യാഷ് ഔട്ട് ഫ്ലോ. അതായത് ക്യാഷ് ഇൻഫ്ലോയിൻ്റെയും ക്യാഷ് ഔട്ട് ഫ്ലോയിൻ്റെയും ഡിഫറൻസാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ക്യാഷ് ഇൻഫ്ലോയിൻ്റെയും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോയിൻ്റെയും ഡിഫറൻസാണ് നമുക്ക് NPV മെത്തേഡിൽ നിന്ന് കിട്ടുക. ഗിവൺ എ പീരിയഡ് ഓഫ് ടൈം, ഒരു തന്നിട്ടുള്ളൊരു പീരിയഡ് ഓഫ് ടൈമിൽ. ഓക്കെ, now we will use the formula of RR, IRR and NPV എങ്ങനെ എക്സലിൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. There are an formula for such kinds of financial functions. Syntax as the follows. നമ്മളെ തന്നിട്ടുള്ള സിൻറ്റാക്സ് IRR ഓഫ് അല്ലെങ്കിൽ NPV ഓഫ് എന്ന് പറഞ്ഞിട്ട് സിൻറ്റാക്സ് അവിടെ തന്നിട്ട് അതനുസരിച്ചാണ് നമുക്ക് ഫോർമുല യൂസ് ചെയ്യേണ്ടത്. സെൽഫ് റെഫറൻസസ് ഫിഗർ 20.21 തന്നിട്ടുള്ള പോലെ അതിൻ്റെ സെൽ റെഫറൻസസ് B3 എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റാണ്, പ്രൊജക്റ്റ് എ. B9 എന്ന് പറയുന്നത് ക്യാഷ് ഇൻഫ്ലോ ഇൻ ലാസ്റ്റ് ഇയർ ഓഫ് എ പ്രൊജക്റ്റ് എ. B2 എന്ന് പറയുന്നത് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഫോർ പ്രൊജക്റ്റ് എ. B5 എന്ന് പറയുന്നത് ക്യാഷ് ഇൻഫ്ലോ ഇൻ ഫസ്റ്റ് ഇയർ ഫോർ പ്രൊജക്റ്റ് എ. B13 and C13 final recommendation for the selection of a project. ഇനി റീപ്ലേസ് അതായത് ബീനെ C കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റ് ബീൻ്റെ എല്ലാ സെൽ റെഫറൻസസും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. റിസൾട്ട്സ് ആഫ്റ്റർ അപ്ലൈയിങ് ദി IRR ആൻഡ് NPV ഫോർമുല അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് നമുക്ക് ഫിഗർ 20.3 കാണുന്നത്. പ്രൊജക്റ്റ് എയുടെ സിൻസ് ദി എക്സീഡ് പ്രൊജക്റ്റ് ബി ഇൻ ദി ബോത്ത് ദി മെത്തേഡ്സ്. പ്രൊജക്റ്റ് എയിൽ IRR എന്ന് പറയുന്നത് 16%, വേറാസ് പ്രൊജക്റ്റ് ബിയിൽ 12% ആണ്. പ്രൊജക്റ്റ് എ പ്രൊവൈഡ്സ് എ പോസിറ്റീവ് റിസൾട്ട് ഇൻ NPV, എന്നാൽ പ്രൊജക്റ്റ് ബിയിൽ അത് നെഗറ്റീവായി മാറി. നൗ what if NPV and RRR give conflicting result? For example, project A has a better IRR, so project B has a higher NPV. That should be choose. അപ്പോൾ നമുക്ക് NPV ആണോ IRR ആണോ നല്ലത് എന്നുള്ളതിന് നമുക്ക് ഏത് ചൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ആൻസറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. വെൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ചൂസ് NPV ഓവർ IRR. നമ്മളെപ്പോഴും IRRനേക്കാളും NPV ചൂസ് ചെയ്യാണ് നല്ലത്. അതായത് ഇത് ഭയങ്കര IRRനേക്കാളും റിയലിസ്റ്റിക് ആണ് ആൻഡ് പ്രൊവൈഡ്സ് എ റിസൾട്ട് ഇൻ എമൗണ്ട് റാദർ ദാൻ ദി പെർസെൻറ്റേജിലായാലും പെർസെൻറ്റേജിനേക്കാളും ഒരു എമൗണ്ട് കൂടെ നമ്മുടെ NPV നമുക്ക് തരുന്നുണ്ട്. NPV ഈസ് ഓൾസോ അഡ്വാൻറ്റേജസ് ഇൻ ദി കേസസ് ഓഫ് നോർമൽ ക്യാഷ് ഫ്ലോ ഇൻ എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിൻ്റെ നോർമൽ ക്യാഷ് ഫ്ലോയിലും നമുക്ക് ഒരു അഡ്വാൻറ്റേജ് തരുന്ന ആളാണ് നമ്മുടെ NPV എന്ന് പറയുന്നത്. നോർമൽ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ ലാർജ് ക്യാഷ് ഫ്ലോ ഇൻ ബിറ്റ്വീൻ ഓർ അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രൊജക്റ്റ് പീരിയഡ്. നമ്മുടെ പ്രൊജക്റ്റ് പീരിയഡിൻ്റെ എൻഡിലോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീനോ ഒരു ക്യാഷ് ഔട്ട് ഫ്ലോ, ഒരു ലാർജ് ക്യാഷ് ഔട്ട് ഫ്ലോ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ നോർമൽ ക്യാഷ് ഫ്ലോ എന്ന് പറയും. NPV ഈസ് ഓൾസോ ബെറ്റർ ദാൻ ദർ ഇസ് എ കമ്പാരിസൺ പ്രൊജക്റ്റ് between projects
which have cash flows at different points of time and distinct in size. അതായത് ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് ടൈമിൽ ക്യാഷ് ഫ്ലോ ഉള്ളതും അതുപോലെ സൈസിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഈ പ്രൊജക്റ്റിൻ്റെ ഇടയിൽ കമ്പാരിസൺ നടത്തുമ്പോഴും NPV ആണ് ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡെപ്രിസിയേഷൻ അക്കൗണ്ടിങ് ആണ്. അതായത് ഒരു കമ്പനിയുടെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മൂല്യം വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയുക ഒരു നിശ്ചിത കാലയളവാകുമ്പോൾ എന്താ വേണം കുറയണം. അത് 6 മന്ത് കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇയർ ആകുമ്പോഴോ ഒക്കെ ആയിരിക്കും അതിൻ്റെ ടൈം സ്പാൻ എന്ന് പറയുന്നത്. മോസ്റ്റ്ലി കൂടുതലായിട്ടും കുറയുക ഒരു വർഷത്തിലായിരിക്കാം ഈ ഒരു വാല്യൂ അസറ്റിൻ്റെ വാല്യൂ കുറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ എന്താ പറയുക നമ്മുടെ കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റിൽ നമുക്ക് അക്കൗണ്ടിങ് നോംസൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ അസറ്റിനെ ഡെപ്രിസിയേറ്റ് ചെയ്യണം. അതിൻ്റെ വാല്യൂ നമുക്ക് ഡെപ്രിസിയേറ്റ് ചെയ്യണം. അതായത് നമ്മൾ ടാഞ്ചിബിൾ അസറ്റ് ആണെങ്കിൽ ഇതിന് നമ്മൾ ഡെപ്രിസിയേഷൻ അസറ്റ് എന്നും, നോൺ ടാഞ്ചിബിൾ അസറ്റ് ആണെങ്കിൽ ഇതിനെ അമോർട്ടൈസേഷൻ എന്നുമാണ് പേര് വിളിക്കാം. ഓക്കെ, there are 2 types of depreciation that will be discussed in this unit. ഈ യൂണിറ്റിൽ 2 തരത്തിലുള്ള ഡെപ്രിസിയേഷൻ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് SLN. In these types of depreciation, the value of the asset decreases by the same value every year. അതായത് എല്ലാ വർഷത്തിലും സെയിം വാല്യൂ എന്താ പറയുക അസറ്റിൽ നിന്ന് കുറയുന്നതിനാണ് നമ്മൾ അതിൻ്റെ വാല്യൂ സെയിം വാല്യൂ ആയിട്ടാണ് ഡിക്രീസ് ചെയ്യുന്നത് എങ്കിൽ അതിനെ നമ്മൾ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ, ഇഫ് ദി വാല്യൂ ഓഫ് ദി അസറ്റ് 50,000 ആൻഡ് ഡെപ്രിസിയേഷൻ ഈസ് 10%. അതായത് നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 80%, ഡെപ്രിസിയേഷൻ എന്ന് പറയുന്നത് 10%. ദെൻ അറ്റ് ദി എൻഡ് ഓഫ് ദി എവറി ഇയർ ഡെപ്രിസിയേഷൻ വാല്യൂ ദാറ്റ് ഈസ് ഡിഡക്റ്റഡ് വിൽ ബി അതായത് എത്ര ഉണ്ടാവും 5,000 അണ്ടിൽ ദി അസറ്റ് ഈസ് സോൾഡ് ഓർ ഫുള്ളി ഡെപ്രിസിയേഷൻ. അതായത് ഓരോ വർഷവും 5,000 വെച്ചിട്ട് ഡിഡക്റ്റ് ചെയ്യും അല്ലേ. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഓർ ഡൈമിനിഷിംഗ് ബാലൻസ് method, DB method. In this type of depreciation, the value of the asset decreases by a decreasing value of depreciation. അതായത് നമ്മുടെ അസറ്റിൻ്റെ ഡെപ്രിസിയേഷൻ എന്താ പറയുക വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതിലൂടെയാണ് അസറ്റ് ഡിക്രീസ് ചെയ്യുന്നത്. അതായത് ഓരോ ഇയറിലും പുതിയ ഡെപ്രിസിയേഷൻ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് 50,000 ആണ് നമ്മൾ അസറ്റെങ്കിൽ ഡെപ്രിസിയേഷൻ 10% ആണെങ്കിൽ ബൈ ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഇയർ ഡെപ്രിസിയേഷൻ വാല്യൂ എന്ന് പറയുന്നത് 5,000 ആയിരിക്കാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെക്കൻഡ് ഇയർ ആകുമ്പോൾ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് അസറ്റ് എന്ന് പറയുന്നത് 45,000 ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ ഡെപ്രിസിയേഷൻ 10% എടുക്കുമ്പോൾ 4,500 ആയിരിക്കാം. ദെൻ തേർഡ് ഇയർ ആകുമ്പോൾ എന്താ പറയുക അതിൻ്റെ 10%, അതായത് 4,050 റുപ്പീസ് ആയിരിക്കാം നമ്മുടെ എന്ത് വരുന്നത് ഡെപ്രിസിയേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ DB ബാലൻസ് മെത്തേഡ് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ നമ്മുടെ ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദർ ആർ ഡയറക്റ്റ് ഫോർമുല ഫോർ ബോത്ത് ദി കൈൻഡ് ഓഫ് ഡെപ്രിസിയേഷൻ ടെക്നിക്സ് ഇൻ MS Excel. വി വിൽ യൂസ് ദി ഫോളോയിങ് എക്സാമ്പിൾ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദി ടോപ്പിക്. അപ്പോൾ MS Excel വെച്ചിട്ട് എങ്ങനെ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, നോക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ദി ഡീറ്റെയിൽസ് ഇൻ ദി ഫിഗർ 20.25 ഷോസ് ദി asset details, the cost of lifespan, rate of depreciation and more. We need to compare the both SLN method and write down value method. Formula for straight line method, SLN of cost, salvage, life. Formula for return down value method, DB of cost, salvage, life period of month. Cost എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് അസറ്റ്, സാൽവേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാൽവേജ് വാല്യൂ ഓഫ് അസറ്റ്, ലൈഫ് ഓഫ് അസറ്റ്, പീരിയഡ്, ഇയർ നമ്പർ, ആൻഡ് മന്ത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മന്ത് ഇൻ ഫസ്റ്റ് ഇയർ.
Now let's look at the answer. 20.26ലും 20.27ലും ആൻസർ ആയിട്ട് ഓരോന്നിൻ്റെയും തന്നിട്ടുണ്ട്. അതായത് 20.26ൽ SLN മെത്തേഡിൻ്റെ ആൻസറും നെക്സ്റ്റ് അതായത് 20.27ൽ WDവിൻ്റെ ആൻസറും തന്നിട്ടുണ്ട്. അത് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബ്ലോക്ക് 5 ഒരു യൂണിറ്റ് തീർന്നതോടുകൂടി നമ്മുടെ ബ്ലോക്ക് 5 കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ബ്ലോക്കും നമ്മൾ കവർ ചെയ്തു. അപ്പോൾ എക്സാമിന് നമ്മുടെ എന്താ പറയുക, നല്ല റെഫർ ചെയ്തിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നമ്മളെ ടോപ്പിക്ക് വരുന്നത് റേഷ്യോ അനാലിസിസ് ആണ്. റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷന് അതിൻ്റെ ഗുണനിലവാരം നിലനിർത്താൻ വേണ്ടിയിട്ട് നിർണായകമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ ആ ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ടാണ് നമ്മൾ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള റേഷ്യോ, അതായത് ഈ ഒരു റേഷ്യോ നമ്മുടെ ഓർഗനൈസേഷൻ്റെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ പ്രസൻറ്റ് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഫ്യൂച്ചർ സിറ്റുവേഷനോ നോക്കിയിട്ടായിരിക്കും കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസ്ഡ് ഓൺ വിച്ച് ദി മാനേജ്മെൻറ്റ് ഷുഡ് ടേക്ക് ഡിസിഷൻ. അതിനനുസരിച്ച് മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ദി റേഷ്യോ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, അതായത് ട്രേഡിംഗ് അക്കൗണ്ടും അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും ഓഫ് ഓർഗനൈസേഷൻ്റെ ബാലൻസ് ഷീറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്, അതിൻ്റെ ബേസിലാണ് റേഷ്യോ അനാലിസിസ് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ താഴെ പറയുന്ന തരത്തിലുള്ള റേഷ്യോകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് റേഷ്യോ ആണ്. ഈ റേഷ്യോ ഒരു ഓർഗനൈസേഷൻ്റെ കറണ്ട് അസറ്റും അതുപോലെ കറണ്ട് ലയബിലിറ്റീസും കമ്പയർ ചെയ്തിട്ടാണ് ഈ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു കമ്പനീൻ്റെ ഇപ്പോഴത്തെ എന്താ പറയുക, ആസ്തിയും അതുപോലെ ബാധ്യതകളൊക്കെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു കറണ്ട് റേഷ്യോ കണക്കാക്കുക. ഇറ്റ് മെഷേഴ്സ് ദി ഓർഗനൈസേഷൻ എബിലിറ്റി ടു പേ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ്. അതായത് എന്താ പറയുക, താൽക്കാലികമായിട്ടുള്ള ബാധ്യതകളും കാര്യങ്ങളൊക്കെ പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ്റെ എബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ള കണക്കിലാണിത് മെഷർ ചെയ്യുക. കറണ്ട് അസറ്റ്സ് ഇൻക്ലൂഡ്സ്, കറണ്ട് അസറ്റിൽ വരുന്നത് ക്യാഷ്, ബാങ്ക് ബാലൻസ്, account or bills receivables, and current liabilities includes account bills or payables, wages payable, current propagation of a long term debt എന്നിവയാണ്. അപ്പോൾ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള കറണ്ട് റേഷ്യോ ഓഫ് ആൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2:1 എന്ന റേഷ്യോയിലാണ് കേട്ടോ ഉണ്ടാവുക. നെക്സ്റ്റ് വരുന്നത് ക്വിക്ക് റേഷ്യോ ആണ്. ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് റേഷ്യോനെ പോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഷോർട്ട് ടേം കറണ്ട് അസറ്റിൻ്റെ ഷോർട്ട് ടേം ഡിപ്ലിക്കേഷൻ കാപ്പബിലിറ്റീസ് ഓഫ് എൻ അതായത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഷോർട്ട് ടേം കാപ്പബിലിറ്റീസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ബട്ട് ഇറ്റ് ഇൻവോൾവ്സ് ലിക്വിഡ് അസറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സിന് പകരം ലിക്വിഡ് അസറ്റ്സ് ആണ് ഇതിൽ എന്താ പറയുക കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ലിക്വിഡ് അസറ്റ്സ് ഇൻക്ലൂഡ്സ് ഓൾ ദി കറണ്ട് അസറ്റ്സ് എക്സെപ്റ്റ് ഇൻവെൻറ്ററീസ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. അതായത് ലിക്വിഡ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് അസറ്റ്സിൻ്റെ എല്ലാ കറണ്ട് അസറ്റ്സിനെയാണ് നമ്മൾ ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെ പ്രിപ്പയർഡ് എക്സ്പെൻസും ഇൻവെൻറ്ററീസും കൂടാതെ ഉള്ള കറണ്ട് അസറ്റ്സിനെയാണ് നമ്മൾ എല്ലാ കറണ്ട് അസറ്റ്സിനെയാണ് നമ്മൾ ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയാം. ഇറ്റ് ഷോസ് ഹൗ എഫിഷ്യൻ്റ്ലി ദി ഓർഗനൈസേഷൻ ക്യാൻ പേ ഓഫ് ദെയർ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ ഓഫ് അപ് ടു 3 months. അതായത് 3 മാസത്തിനുള്ളിൽ സ്ഥാപനത്തിൻ്റെ ബാധ്യതകളും കാര്യങ്ങളൊക്കെ എന്താ പറയുക തീർക്കാനുള്ള എത്ര ആ ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിയാണ് എന്താ പറയുക ഇതിലൂടെ ലിക്വിഡ് അസറ്റിലൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ആൻ എഫിഷ്യൻറ്റ് ക്വിക്ക് റേഷ്യോ ഫോർ ആൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻറ്റ് ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1:1 ആണ് ക്വിക്ക് അസറ്റ് ക്വിക്ക് ലയബിലിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡെബിറ്റ് ഇക്വാലിറ്റി റേഷ്യോ ആണ്.
ഇതെന്ന് പറയുന്നത് ഇസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദി ഫിനാൻഷ്യൽ ലിവറേജ് ഓഫ് ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇക്വിറ്റി റേഷ്യോ അല്ലെങ്കിൽ ഡെബ്റ്റ് റേഷ്യോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള ലോങ് ടേം ഡെപ്റ്റ് ദീർഘകാല പിന്നെ കടങ്ങൾ എന്താ പറയുക ഡിവൈഡ് ചെയ്യുക. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അതായത് പങ്കാളികളുടെ ഫണ്ടുകൾ യൂസ് ചെയ്തിട്ട് പിന്നെ കടങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ലോങ് ടേം ഡെബിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ലോണ്, അതായത് മോർ ദാൻ 1 year ആയിട്ടുള്ള ലോണുകൾ അല്ലെങ്കിൽ അഡ്വാൻസുകൾ, ബോത്ത് സെക്യൂർഡ് ആൻഡ് അൺസെക്യൂർഡ് ആയിട്ടുള്ളതും സെക്യൂർഡ് ആയിട്ടുള്ള അഡ്വാൻസസും അതുപോലെ ലോണുകളൊക്കെ അതിൽ പെടും കേട്ടോ. അതുപോലെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഇൻ ടു 2 different വേസ്. ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് 2 തരത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന് വെദർ സബ്സ്ട്രാക്ടിങ് ദി ടോട്ടൽ ലയബിലിറ്റീസ് ഫ്രം ദി ടോട്ടൽ അസറ്റ്, ഓർ അതായത് ഒന്നുകിൽ നമ്മൾ ടോട്ടൽ അസറ്റിൽ നിന്ന് മൊത്തത്തിലുള്ള ആസ്തിയിൽ നിന്നും ടോട്ടൽ ലയബിലിറ്റീസ് ടോട്ടൽ ബാധ്യതകൾ സബ്സ്ട്രാക്ട് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ആഡിങ് അപ്പ് ദി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് വിച്ച് ഇൻക്ലൂഡ്സ് ഷെയർ ഹോൾഡേഴ്സ് ക്യാപിറ്റൽ, അതായത് അല്ലെങ്കിൽ പിന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടുകൾ കൂട്ടിച്ചേർക്കാം, വിച്ച് ഇൻക്ലൂഡ്സ് അതിൽ എന്തൊക്കെ ആ ഒരു ഫണ്ടിൽ എന്തൊക്കെ വിടും, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാപിറ്റൽ, അതായത് പിന്നെ മൂലധനം, ബാലൻസ് ഫ്രം P&L അക്കൗണ്ട്, റിസർവ്, സർപ്ലസ് എക്സെട്ര ഒക്കെ ഇതിൽ പെടുന്നതാണ്. അതൊക്കെ കൂടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൽ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് വേ എന്ന് പറയുന്നത്. ഓക്കെ. A 2:1 ratio for capital intensive industry such as automobile industry is considered good. പിന്നെ ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രിക്ക്, അതായത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പോലുള്ള ഇൻഡസ്ട്രിക്ക് 2:1 ആണ് എന്താ പറയുക DOE റേഷ്യോ എന്ന് പറയുന്നത് ഗുഡായിട്ട് കണക്കാക്കുന്നത്. എന്നാൽ 0.5:1 debtor equity ratio is considered different for services or tech organizations. നെക്സ്റ്റ് വരുന്നത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. ദിസ് റേഷ്യോ ഡെപിക്ട്സ് ദി പെർസെൻറ്റേജ് ഓഫ് ഇൻകം ഓർ റവന്യൂ ദാറ്റ് എക്സീഡ് ദി COGS, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതായത് ഈ ഒരു റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽപ്പന ചെലവിൽ നിന്നും അധികമായിട്ടുള്ള വരുമാനത്തിൻ്റെ എന്താ പറയുക ശതമാനം അല്ലെങ്കിൽ പെർസെൻറ്റേജ് കാണിക്കുന്നതാണ് ഈ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ് ഇസ് എ മെഷർ ഓഫ് ഫിനാൻഷ്യൽ പ്രോഫിറ്റബിലിറ്റി. നമ്മുടെ ഫിനാൻഷ്യൽ പ്രോഫിറ്റബിലിറ്റിൻ്റെ മെഷറാണ് ഈ ഒരു പ്രോഫിറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹയർ ദി റേഷ്യോ ബെറ്റർ ദി ഫേംസ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ്. അതായത് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഹയർ ആണെങ്കിൽ ബെറ്റർ ദി ഫേംസ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ഡിഫറൻസ് ഓഫ് സെയിൽസ് ആൻഡ് COGS ബൈ ടോട്ടൽ റവന്യൂ ഓർ സെയിൽസ്. അതായത് മൊത്തത്തിലുള്ള സെയിൽസിൽ അല്ലെങ്കിൽ ചെലവിൽ നിന്നും സെയിൽസും അതുപോലെ എന്താ പറയുക വിൽപ്പന ചെലവും കൂടെ ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഡിഫറൻസ് കണ്ടിട്ട് ഡിവൈഡ് ചെയ്ത് പങ്കിട്ടിട്ടാണ് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. ദിസ് ഡെപിക്ട്സ് ദി റേഷ്യോ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് റവന്യൂ. അതായത് ആ ഒരു പിന്നെ ഓർഗനൈസേഷൻ നേടിയിട്ടുള്ള മൊത്തത്തിലുള്ള പ്രോഫിറ്റും അതുപോലെ വരുമാനത്തിൻ്റെ കണക്കുകളും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു റേഷ്യോ കാണുന്നത്. അതുപോലെ ഇതിൽ ഓരോ രൂപയും എത്രത്തോളം ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ളതിനെയും ഓർഗനൈസേഷന് ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ളതിനെയും ഇതിനെ കാണിക്കുന്നു. അതുപോലെ ദിസ് റേഷ്യോ ഈസ് ഇമ്പോർട്ടൻസ് ഈസ് ആൻ ഇൻക്രീസ് ഇൻ റവന്യൂ ഡസ് നോട്ട് ആക്ച്വലി മീൻ ആൻ ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്. അതായത് നമ്മുടെ വരുമാനത്തിൽ വളർച്ച ഉണ്ടായതുകൊണ്ട് നമ്മുടെ ലാഭത്തിൽ വളർച്ച ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഇൻഡയറക്റ്റ് ഓർ ഓപ്ഷണൽ എക്സ്പെൻസ് പ്ലസ് ഇൻഡയറക്റ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ റവന്യൂ ഓർ സെയിൽസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റേഷ്യോ ആണ്.
It shows the efficiency of the management of the organization by comparing the operating expense to net sales. അതായത് എന്താ പറയുക, വിൽപ്പനയും അതുപോലെ നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസൊക്കെ കൂടി കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി ഷോ ചെയ്യുന്നതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദി ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ബൈ നെറ്റ് സെയിൽസ്. അതായത് മൊത്തത്തിലുള്ള എന്താ പറയുക, നമ്മുടെ വിൽപ്പനയുടെ കണക്കുകളും അതുപോലെ ഓപ്പറേറ്റിംഗ് കോസ്റ്റും ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇൻക്ലൂഡ്സ് ദി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പ്ലസ് ദി COGS. അതായത് മൊത്തത്തിലുള്ള വിൽപ്പന ചെലവും അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഇൻക്ലൂഡ് ആയിരിക്കും നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റിട്ടേൺ ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ. ദിസ് റേഷ്യോ ഡിറ്റർമൈൻസ് ദി റിട്ടേൺ റിസീവ്ഡ് ബൈ ദി ഓർഗനൈസേഷൻ ഇൻ എക്സ്ചേഞ്ച് ഓഫ് ദി വർക്കിംഗ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ബൈ ദം. അതായത് വർക്കിംഗ് ക്യാപിറ്റലിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ, ഒരു ഓർഗനൈസേഷൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിൻ്റെ റേഷ്യോ കാണിക്കാൻ വേണ്ടിയിട്ട് റിട്ടേൺ ചെയ്യുന്നതാണ് ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദി നെറ്റ് പ്രോഫിറ്റ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്താൽ നമുക്കിതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽസ് ടു ദി ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. അതായത് ഇപ്പോൾ ഉള്ള ആസ്തി എത്രയാണോ അതും അതുപോലെ ഇപ്പോഴുള്ള ബാധ്യതകൾ എത്രയാണോ അതിൻ്റെ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിൽ നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ദിസ് റേഷ്യോ ഷോസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ആൻഡ് ദി ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻ ദി ഓർഗനൈസേഷൻ. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ യൂസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലും അതുപോലെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് ഷോ ചെയ്യുന്ന റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദി നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അതായത് നമ്മുടെ ഇൻട്രസ്റ്റും അതുപോലെ ടാക്സിനും പ്രിഫറൻസ് ഡിവിഡൻഡിനും ഒക്കെ മുന്നുള്ള നെറ്റ് പ്രോഫിറ്റും അതുപോലെ ക്യാപിറ്റൽ എംപ്ലോയിഡും, അതായത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലും കൂടെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ക്യാൻ ഫൗണ്ട് ബൈ 2 അപ്രോച്ചസ്. അതായത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റും അതുപോലെ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലും കൂടെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റും അതുപോലെ ക്യാപിറ്റൽ എംപ്ലോയിഡും കൂടെ ഡിവൈഡ് ചെയ്തിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. ക്യാപിറ്റൽ എംപ്ലോയിഡ് ക്യാൻ ഫൗണ്ട്, അതായത് ക്യാപിറ്റൽ ഒരു എംപ്ലോയിഡിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ യൂസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 അപ്രോച്ചസ് നമുക്ക് ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ലയബിലിറ്റീസ് അപ്രോച്ച്. ലയബിലിറ്റീസ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് നമ്മുടെ നോൺ കറണ്ട് അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റീസ് ആയിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അസറ്റ് അപ്രോച്ച്. അസറ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴില്ലാത്ത നമ്മുടെ അസറ്റ്, അതായത് നോൺ കറണ്ട് അസറ്റിനെ നമ്മുടെ എന്താ പറയുക, നോൺ കറണ്ട് ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വാൻസ്ഡ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് അസറ്റ് അപ്രോച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. ദിസ് റേഷ്യോ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ആവറേജ് ഇൻവെൻട്രി. അതായത് നമ്മുടെ ഈ ഒരു ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവറേജ് ഇൻവെൻട്രീനെ നമ്മുടെ COGS, അതായത് നമ്മുടെ മൊത്തത്തിലുള്ള വരുമാന ചെലവുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആവറേജ് ഇൻവെൻട്രി ഈക്വൽസ് ടു ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് ക്ലോസിംഗ് ഇൻവെൻട്രി, ഹോൾ ഡിവൈഡഡ് ബൈ 2. അതായത് ക്ലോസിംഗ് ഇൻവെൻട്രിയും ഓപ്പണിംഗ് ഇൻവെൻട്രിയും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നതാണ് നമ്മുടെ ആവറേജ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. ദിസ് ഡെപിക്ട്സ് ദി നമ്പർ ഓഫ് ടൈംസ് ദി ഇൻവെൻട്രി ഓഫ് ദി ഓർഗനൈസേഷൻ ഇൻ കൺവേർട്ടഡ് ഇൻ ടു സെയിൽസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണ്. ദിസ് റേഷ്യോ ഡെപിക്ട്സ് ദി നമ്പർ ഓഫ് ടൈംസ് വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദി ഓർഗനൈസേഷൻ ഹാസ് ബീൻ റൊട്ടേറ്റഡ് ടു ജനറേറ്റ് സെയിൽസ്. അതായത് ഒരു സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര തവണ നമ്പർ ഓഫ് ടൈംസ് ഒരു ഓർഗനൈസേഷൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ റൊട്ടേറ്റ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് റേഷ്യോ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ്സ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ദി വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് സെയിൽസ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ഇതിന് ഈക്വലാണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്.
വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽസ് ടു ദി ഡിഫറൻസ് ഓഫ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുന്നതാണ്. ഓക്കെ, let us see the below stated trading account, profit and loss statement and balance sheet and calculate the discussed ratios. ഇനി താഴെ നമ്മൾ എന്താ പറയുക, ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റും ആൻഡ് ബാലൻസ് ഷീറ്റും കാൽക്കുലേറ്റ് ഡിസ്കസ്ഡ് റേഷ്യോസ് ഒക്കെയാണ് നമ്മൾ ഇപ്പോൾ താഴെ കാണുന്നത്. ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ടാണ് നമ്മൾ ഫിഗർ 2.11 ഒരു എക്സാമ്പിളാണ് നമ്മൾ കാണുന്നത്. നോ വി വിൽ കാൽക്കുലേറ്റ് ദി അബൌട്ട് ഡിസ്കസ്ഡ് റേഷ്യോ ബേസ്ഡ് ഓൺ ദി ഡാറ്റ പ്രൊവൈഡഡ് ഇൻ ഫിഗർ 20.11. 20.11 തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റിനനുസരിച്ച് നമ്മൾ മേലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള 10 റേഷ്യോകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ നൗ വി വിൽ കാൽക്കുലേറ്റ് ദി അബൌട്ട് ഡിസ്കഷൻ റേഷ്യോ ബേസ്ഡ് ഓൺ ഡാറ്റ ആൻഡ് ഫിഗർ 2.11 12 കൂടി നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കറണ്ട് റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? ഫോർ കറണ്ട് റേഷ്യോ വി റിക്വയർ ദി വാല്യൂ ഓഫ് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. നമ്മൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും നമുക്ക് വേണം. അപ്പോൾ അത് രണ്ടും നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ടാണ് കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എല്ലാ റേഷ്യോകളും ഇവിടെ ഈ ഒരു ബാലൻസ് ഷീറ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് പറയുന്നില്ല, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ.